ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒത്തിരി സന്തോഷമുള്ളൊരു വ്ളോഗാണ്. അതായത് അൽഹംദുലില്ലാ നമ്മൾ മുംബൈയിലെ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പം നാട്ടിലേക്ക് വരുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുള്ള വ്ളോഗാണ്. കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുപോലെ ഇക്കാൻ്റെ റിക്കവറി കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. അൽഹംദുലില്ലാ എന്തായാലും വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാക്ക് 1-2 ഷർട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറേ ദിവസമായി വിചാരിക്കുന്നത്. അപ്പം പോകുന്ന അന്നാണ് ഇപ്പം ഒക്കെ ഒന്ന് ഒത്തു വന്നത്. കാരണം ഇക്കാക്ക് ടീഷർട്ടാണ് കയ്യിലുള്ളത്. അപ്പോൾ അത് ഇടാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഷർട്ട് ഒന്നുകൂടെ ലൂസുള്ള ഷർട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ട്രാവലിങ്ങിനൊക്കെ കുറച്ച് ഇതാവുമല്ലോ. പിന്നെ എനിക്കാണെങ്കിലും പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പോകുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ രാവിലെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും അവളപ്പയും കൂടി ഒന്ന് ഷർട്ടിനായിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം അളവിനായിട്ടൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് ഇക്കാൻ്റെ. അതിനേക്കാളും കുറച്ചുകൂടെ ലൂസുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം പിന്നെ വിചാരിച്ചത് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കായിരുന്നു എന്നുള്ളത്. അന്നാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ 1-2 ഷോപ്പിലൊക്കെ കയറി, കുറേ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് ഷർട്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയത്. കൂടുതൽ സ്ഥലത്ത് സ്ലിം ഫിറ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസുള്ളത് ആയെങ്കിൽ ട്രാവലിങ്ങിൻ്റെ സമയത്തൊക്കെ ഒന്ന് കൂളാവുള്ളൂ. പിന്നെ അപ്പോൾ മക്കൾക്കും വൈഫിനൊക്കെ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, കല്യാണമുണ്ട്. എൻ്റെ വീട്ടിലും കല്യാണമുണ്ട്, ഇക്കാൻ്റെ വീട്ടിലും കല്യാണമുണ്ട്. അപ്പം എല്ലാത്തിനും ഡ്രസ്സൊക്കെ വേണം. അങ്ങനെ നമ്മളും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ ആ ഒരു സമയം ശരിയായില്ല. കാരണം അന്ന് വൈകിട്ട് നമുക്ക് പോകണമല്ലോ, എയർപോർട്ടിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വൈകിപ്പിക്കാണ്ട് 1-2 ഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലോട്ട് പോന്നു. പിന്നെ നമ്മൾ UAE നിന്ന് നാട്ടിലേക്ക് വരുന്ന പോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കണമല്ലോ. പിന്നെ തലേ ദിവസമൊക്കെ ഒത്തിരി ബിസിയായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങളാൽ ബിസിയായിരുന്നു. കാരണം സ്റ്റിച്ച് എടുക്കാനുള്ള മീൻസ് പിന്ന് റിമൂവലിനായിട്ട് വീണ്ടും മെഡിക്കൽ സ്റ്റാഫൊക്കെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് തിരക്കൊക്കെ കാരണം തലേന്നൊന്നും പാക്കിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മബിളാപ്പിയും ഷാബിനൊക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എന്താ പറയുക, എല്ലാവരും കൂടിയാണ്ട് ഒത്തുപിടിച്ചിട്ട് പാക്കിങ്ങൊക്കെ റെഡിയാക്കി. ഇവിടെ എന്തെങ്കിലും മറന്നു വെച്ചാൽ പിന്നെ നമുക്ക് തിരിച്ച് വന്നിട്ട് എടുക്കാൻ പറ്റാത്തൊരു സ്ഥലവും അല്ലേ, അത്രയും ദൂരം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് വേഗം സെറ്റാക്കി. പിന്നെ നമ്മളെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ വരുമ്പോൾ കുക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം പുറത്തുനിന്നുള്ള ഫുഡ് ഇക്കാക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം കഴിക്കാനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ട്രാവലിംഗ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അല്ലേ കഴിക്കുക. അന്നത്തെ ദിവസം വല്ലാണ്ട് കുക്ക് ചെയ്യാനും നിൽക്കില്ല. അപ്പോൾ ഇതിപ്പം ഫുഡും റെഡിയാക്കണം, എല്ലാം കൂടി ആയിട്ടൊരു കലപിലായിരുന്നു. അപ്പം വല്ലാണ്ട് അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇങ്ങനെ പല പല സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൂഹിക്കൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ഞങ്ങൾ ഒരു 27-28 ദിവസമെങ്ങാനും അവിടെ നിന്നും തോന്നുന്നു മുംബൈയിൽ. കറക്റ്റായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. എന്തായാലും 20 ഡേയ്സിന് മുകളിൽ നമ്മൾ മുംബൈയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ UAE നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടികളൊക്കെ നമ്മൾ ഊബറിൽ അകത്ത് കയറ്റണം. അതൊക്കെയാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ നല്ല മഴയാണ് പുറത്ത്. രാത്രിയിലാണ് നമുക്ക് പോകാനുള്ളത് എയർപോർട്ടിലോട്ട്. അതൊക്കെ ചെറിയൊരു ടെൻഷനുണ്ട്. ഇക്കാക്കും വെയ്യല്ലോ നടക്കാനൊക്കെ. അപ്പോൾ ഇക്കാനെ നോക്കാൻ ഒരാൾ വേണം. പെട്ടികളവിടെ എത്തണം. റൂഹിമോളും റോസുമോളും എല്ലാം കൂടിയായിട്ട്. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം കൂളായിട്ട് തന്നെ പോയി. ടെൻഷൻ അടിച്ച പോലെ ഒന്നും നടന്നില്ല. എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ കൊള്ളുമോ എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. എത്ര ആൾക്കാരാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വണ്ടിയിൽ കയറ്റുള്ളൂ. നമ്മളെ പെട്ടികളും സാധനങ്ങളും നമ്മളും എല്ലാവരും കൊള്ളണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ഇക്ക ഇട്ടിട്ടുള്ള ഈ ഒരു ഷർട്ട് നമ്മളന്ന് മോർണിംഗ് വാങ്ങിച്ചതാണ് കേട്ടോ. കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തലേ ദിവസം വാങ്ങിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. പക്ഷേ ലൂസുള്ള ഷർട്ടേ ഇടാൻ പറ്റുള്ളൂ ട്രാവലിങ്ങിൻ്റെ സമയത്ത്. ലൂസുള്ള കൊണ്ടുവന്നതിൽ ലൂസുള്ള ഒന്നും അധികം ഇല്ല, എല്ലാം ഇച്ചിരി ടൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഇട്ടു, നോക്കിയില്ല വേറെ ഒന്നും. പിന്നെ കുറച്ച് കഞ്ഞിയും ഉപ്പേരിയൊക്കെ കരിയറിൽ എടുത്തിട്ടുണ്ട്, ടിഫിൻ കരിയറിൽ ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇക്കാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. എങ്ങനെയാണ് എനിക്ക് തിരിച്ച് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും നല്ലത് വരുത്താൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. വെറുതെ പറയല്ല കേട്ടോ അതൊന്നും. പിന്നെ ഒത്തിരി സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പത്തെ വ്ളോഗിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം, നാട്ടിലാണെങ്കിലും 3 ആഴ്ചയോളം നല്ല റെസ്റ്റ് എടുക്കണം, ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ നോക്കണം എന്നൊക്കെ പ്രത്യേകം ഡോക്ടർ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലാവുമ്പോൾ നമുക്കൊരു പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് വൈറൽ ഫീവറും പിന്നെ ഒരുപാട് പനികളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ. നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഞാനിപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നാട്ടിൽ നിന്നാണ്. അതുകൂടാണ്ട് ഇപ്പം നിപ്പ അതിൻ്റെ ഒരു പ്രശ്നം കൂടി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. കൂടാണ്ട് ഇക്കാൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. അത് പ്രത്യേകം എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയണമെന്ന് തോന്നി. നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടെൻഷനാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇക്ക അൽഹംദുലില്ലാ ഓക്കെയാണ്, ബെറ്ററായിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്തായാലും അൽഹംദുലില്ലാ എന്താ പറയുക, ഞാൻ മുംബൈയിൽ കുറച്ച് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചപ്പം ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും പടച്ചോൻ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ എന്താ പറയുക, മുംബൈ അങ്ങനെ പുറത്ത് പോയി നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആ ടെൻഷൻ അടിക്കുന്ന പോലെ ഒന്നുമില്ല. നമ്മൾ മീൻസ് പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും അൽഹംദുലില്ലാ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നാട്ടിലെത്താൻ പറ്റി. അതന്നെ വലിയ ഭാഗ്യം കേട്ടോ. എങ്ങനെയാണ് സന്തോഷം എനിക്കറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. പക്ഷേ ഇതൊന്നും ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഇങ്ങനെയൊന്നല്ല എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടാവും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അതും അൽഹംദുലില്ലാ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറേ ടെൻഷൻ അടിക്കൂലേ. അപ്പം ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, എല്ലാം അപ്പം ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഓവറായിട്ട് തിങ്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. എല്ലാം അപ്പം ചിന്തിക്കാം. ഈവൻ എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജിന് പോയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പയും കൂടി ഇല്ല, അപ്പം അതും പോലും ഞാൻ അത് ആലോചിച്ച് നിന്നിട്ടില്ല കേട്ടോ. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ എത്ര പേരാണ് ഉണ്ടായത്, എത്രയോ ആൾക്കാർ ഇക്കാൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മീൻസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, മീൻസ് എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ടാക്സി വിളിച്ചു, ഊബറിൽ പോവാണ്. പെട്ടികളൊക്കെ ഇനിയിപ്പോൾ അവിടെ എത്തിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്. എനിക്ക് ഈ പെട്ടി ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നത്, ഈ വെള്ളത്തിലൂടെ ഉരുട്ടി കൊണ്ടുപോകുന്ന ഒട്ടും താല്പര്യമില്ല. പക്ഷേ വേറെ നിർവാഹമില്ല, അങ്ങനെ ചെയ്തല്ലാണ്ട്. പിന്നെ അങ്ങനെതാ നമ്മൾ എയർപോർട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മുംബൈ എയർപോർട്ട് കേട്ടോ. അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. നല്ല അകത്ത് നടക്കാനൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. ഞാനത് മുമ്പ് ഉപ്പാൻ്റെ കൂടെ വന്നപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ കൂടെ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ വീൽ ചെയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്ക്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നടക്കാനുണ്ട്. ഡോക്ടർ പറഞ്ഞു നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബെൽറ്റ് ഇട്ടിട്ട് ബൈൻഡർ ഉണ്ടല്ലോ, അബ്ഡോമിനൽ ബൈൻഡർ ഉണ്ടല്ലോ, അപ്പം ആ ഒരു ബെൽറ്റ് ഇട്ട ശേഷം നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നടക്കാണ്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വീൽ ചെയർ യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഓൾറെഡി നമ്മൾ വീൽ ചെയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് പോവാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്താ വെച്ചാൽ നല്ല ചെക്കിങ് ഉണ്ട് കേട്ടോ അവിടെ മുംബൈ എയർപോർട്ടിൽ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വീൽ ചെയറിൻ്റെ കാര്യം. വീൽ ചെയറിന് നമ്മൾ ഫിറ്റ് ടു ട്രാവലിൻ്റെ ആ ഒരു ഇത് കാണിച്ചു. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർ ഏതാ നടക്കാൻ വയ്യാത്ത ആളാണോ അങ്ങനെയൊക്കെ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ശേഷമാണ് നമുക്ക് വീൽ ചെയർ അവർ പ്രൊവൈഡ് ചെയ്തത് കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് കയറാൻ നേരം നമ്മൾ ബാഗേജൊക്കെ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ വലിയതുണ്ടായിരുന്നു. അപ്പം വെള്ളമൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് നല്ലതാണ്, ചെക്കിങ് നല്ലത് തന്നെയാണ്. പക്ഷെ അത്യാവശ്യം നല്ല ചെക്കിങ് ഉണ്ട്. നമ്മൾ UAE പോലെ ഒന്നുമല്ല, വെള്ളം വരെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം എടുത്തിട്ടോ അതിൻ്റെ അകത്തു നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മീൻസ് എയർപോർട്ടിന് എല്ലാതും കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി.
ഒന്ന് ഫ്രഷായി അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇക്കാക്ക് കഞ്ഞി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്ക കഞ്ഞിയൊന്നും കുടിച്ചില്ല. നമ്മളവിടുന്ന് വെജ് ഫുഡൊക്കെ കഴിച്ചു. ശരിക്കും നമ്മൾ ഈ വീൽ ചെയറിൽ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമമാണ്. പക്ഷെ ഇപ്പം ഇക്കാക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ടല്ല കേട്ടോ, പിന്നെ കൂടുതൽ നടക്കാത്ത ഇരിക്കുന്നതാണ് നല്ലത്, ടയേർഡാവും. അത്രയും കുറച്ച് ദിവസം കൂടി ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നു എന്നുള്ളൂ, നാട്ടിൽ റെസ്റ്റ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളത് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേ ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് നമ്മൾ 1-2 പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സിൽ പെട്ട്. അപ്പോൾ ഇവർ നമ്മൾ ഫ്ലൈറ്റിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ടത്. അപ്പം നാട്ടിലേക്ക് പോവാണ്, നമ്മൾ സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ്. പിന്നെ 1-2 പേരെ കണ്ടത് വാഷ്റൂമിൽ പോകുന്ന സമയത്തും പിന്നെ അവിടുന്ന് നമ്മൾ എന്താ പറയുക ചെക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു. അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാനുള്ള സമയമായി, ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. പിന്നെ വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് സാവകാശം പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ സീറ്റ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് റോ തന്നെയായിരുന്നു, ഫസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കയറിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് പതുക്കെ പോയുള്ളൂ. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്കുള്ള സീറ്റ് കുറച്ച് 2-3 സീറ്റ് അപ്പുറത്തായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവർക്കും ഒറ്റ റോൾ തന്നെ കിട്ടി. എന്തായാലും അൽഹംദുലില്ലാ, എന്താ പറയേണ്ടത് എനിക്കറിയില്ല, അത്രയും സന്തോഷമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ എത്രത്തോളം സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷനാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം എനിക്കത് പറയാണ്ടിരിക്കാൻ വയ്യ. അത്രയും എന്താ പറയുക, പ്രാർത്ഥിച്ചവർക്കും ദുആ ചെയ്തവർക്കും മീൻസ് നമ്മുടെ കൂടെ നിന്നവർക്കൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. നമ്മൾ കയറിയ പഠനം ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാത്രിയിലാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. രാത്രിയിൽ ട്രാവൽ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ബൈ റോഡാണ് പോകേണ്ടത്. അപ്പം തിരക്കൊന്ന് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇക്കൊക്കെ അങ്ങനെ വല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് റോയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ കയറലും ഇറങ്ങലൊക്കെ കുറച്ചൊന്ന് സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീൽ ചെയർ വരാൻ കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയ ശേഷം വീൽ ചെയർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൈബുളാപ്പയും ഷാബിനും ഫസ്റ്റ് ഇറങ്ങി ബാഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയത്. പിന്നെ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം അടുത്ത ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ബാഗേജ് എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. പിന്നെ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ പ്രീപെയ്ഡ് ടാക്സിക്ക് നമ്മൾ നാട്ടിലേക്ക് പോകണം. അതിനകത്ത് തന്നെ എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടുന്ന് വീൽ ചെയർ വന്നു. ഇനി നമ്മൾ ബാഗേജിൻ്റെ അവിടേക്ക് പോവാണ്, ബാഗേജ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ബാഗേജൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവിടുന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്പർ തരും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്രയും പേരുണ്ട്, ഇത്രയും ബാഗേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യം ഉള്ള ടാക്സിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ എയർപോർട്ടിൽ നിന്നും 1-2 ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സിൽ പെട്ട്. അപ്പോൾ നമ്പർ തന്നു. അപ്പോൾ അവർ വന്നു, അതിൽ ബാഗേജൊക്കെ വെച്ചു. ബാഗേജ് പിന്നെ മേലെ ആണ് കെട്ടിയത് കേട്ടോ. മഴയുണ്ടായിരുന്നു, പക്ഷെ നമുക്കെല്ലാം കൂടി ഇരിക്കണമെങ്കിൽ മേലെ കെട്ടേണ്ടി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് പോവാണ്. കാലിക്കറ്റല്ല, നമ്മുടെ നാട്ടിലേക്ക് പോവാണ്, തിരൂരിലോട്ട്. അപ്പം അവിടെ എത്തിയതൊന്നും എടുത്തില്ല, കാരണം എല്ലാവരും നല്ല ഉറക്കക്ഷീണത്തിലായിരുന്നു. പിന്നെ അവിടെ വീട്ടിൽ ചെമ്മീൻ ഫ്രൈയും തേങ്ങ വറുത്തത് ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു കേട്ടോ. പിന്നെ കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ സർപ്രൈസ് ഉണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതായിരിക്കും അടുത്ത വീഡിയോ കേട്ടോ.